ഇത് നമ്മളിങ്ങനെ പാറമടയിൽ പോയിട്ട് നമ്മളെ വണ്ടി ഇത് ഞാൻ ഇപ്പൊ കളയും. എന്നിട്ട് ഞാൻ ഇപ്പൊ പുതിയ ബൈക്ക് എടുക്കും. ഞാൻ പുതിയ ബൈക്ക് എടുക്കും. പുകയും ഇങ്ങനെ പോയാ ഇത് എവന്റെ ഉണ്ട്. ഞാൻ ഡിലീറ്റ് ആക്കിയല്ലേ ആണ് എവൻ ഡിലീറ്റ് ആക്കി. എവനിക്ക് ഇത് ഭ്രാന്തായിട്ട് അവസാനം ഡിലീറ്റ് ആയി. മോനെ നമ്മളെ സ്റ്റണ്ടിങ് നിങ്ങളെല്ലാരും കണ്ടിട്ടില്ലല്ലേ? അടുത്തതാണ് മക്കളെ സീൻ. അടുത്ത ഞാൻ കാണിച്ചു തരാം. ഡബിൾ ക്ലിക്കിംഗ് ആണ് അടുത്തത്. അങ്ങനെ സ്നോ മോനെ ഇതാണ് നമ്മളെ സ്റ്റണ്ടിങ്. ഇവിടെ നിന്ന് ചാടിയില്ലെങ്കിൽ നമ്മളങ്ങ് പോകും. നമ്മളെങ്ങനെയാണ് പോയ വണ്ടി നമ്മൾ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള ട്യൂട്ടോറിയൽ മുഹമ്മദ് റിസ്വാൻ ശശ്വാൻ എടുത്തു കളയുന്നതാണ്. ആദ്യം നമ്മൾ താഴെ പോകണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുള്ളതിനെ. ഈ എയിം തന്നെ പിടിക്കണം. ഓക്കെ, ആ എയിം തന്നെ പിടിച്ചിട്ട് നമ്മൾ മുകളിലോട്ട് കയറണം. ഓർമ്മ വേണം, എയിം ഏതാണെന്ന് ഓർമ്മ വേണം. മുകളിലോട്ട് കയറണം. ഓക്കെ, എന്നിട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ ഓടണം. കുറച്ച് പ്രാന്ത് പിടിക്കുന്ന പരിപാടിയാണ് അല്ലേടാ? ചിന്റെ ദീപം നമ്മള് കട്ട് ചെയ്യും അല്ലേടാ? ഭാഗ്യമുള്ളതെല്ലാം കിട്ടണേ. ആ 2 മെഡിക്കിറ്റ് എൻ്റെ പൊന്നി നീ അറിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്ത വ്ളോഗിൻ്റെ അകത്ത് മെഡിക്കിറ്റ് കിട്ടാതെ നമ്മൾ എന്തൊക്കെ കിടന്ന് അലനല്ലേ. ഇതെന്ത് കഷ്ടമാണെന്നുണ്ടെങ്കിൽ അതേ ഈ മീനെ പിടിച്ചിട്ട് ഇതിനെ ആദ്യം ഫോട്ടോ എടുക്കണം. അപ്പത്തേക്ക് ഇത് പോകുന്ന സ്ഥലത്ത് നമുക്ക് വീണ്ടും നമുക്ക് ഇങ്ങനെ ആക്കണം. അപ്പത്തേക്ക് ഇത് ഇവിടെ വീഴുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓക്കെ തെളിഞ്ഞ് കാണാമല്ലേ? തെളിഞ്ഞ് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ തെളിഞ്ഞ് കാണുന്ന രീതിക്ക് നമ്മൾ അയ്യോ ഇങ്ങനെ തന്നെ കയറാം. ഓക്കെ, അപ്പോൾ തെളിഞ്ഞ് കാണാമല്ലോ. ഓക്കെ, നിങ്ങൾക്ക് അത് തെളിഞ്ഞ് കാണാം. ഓക്കെ, പിന്നെ അതിനകത്ത് നമ്മളൊരു വെടി വെച്ചെടുക്കുക. പോയ വണ്ടി നമ്മൾ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് റിസ്വാൻ നടത്തിയിരിക്കും. കാണിച്ചു തരാം. നമ്മൾ ഈ സ്റ്റണ്ട് കഴിഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അതാണ് ഈ എൻ്റെ പവർ. അല്ലേ പിന്നെ അണ്ണീനെ വേഗം പോകാൻ തുറന്നു തുടങ്ങി. 5-6 മിനിറ്റ് കഴിയുമ്പോൾ കത്തിച്ചു. പക്ഷെ എൻ്റെ മോനെ ഇത് ഞാൻ മിനിങ്ങാനാണ് കേട്ടോ ഇത് കണ്ടുപിടിച്ചത്. വെള്ളത്തിൽ പോയ വണ്ടി എങ്ങനെയാണെന്ന് എടുക്കാണ്. ഞാൻ ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. പക്ഷെ തോക്കൊക്കെ കിട്ടണത് എങ്ങനെയെങ്കിലും ആണല്ലേ? ഒരു തോക്കെടുക്കാൻ ഈസിയാണ്. ഒരു തോക്ക് എടുക്കാൻ ഈസിയാണ്. ഒരു തോക്കൊക്കെ എടുക്കാൻ ഈസി. നമ്മൾ നേരത്തെ ഒരു തോക്കിൻ്റെ ഒരു ട്രെയിനിങ് ചെയ്തല്ലേ. അപ്പോൾ